എല്ലാവർക്കും നമസ്കാരം. മൂമെൻറ്റ്സ് വിത്ത് ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ തസ്രാക്ക് എന്ന സ്ഥലത്താണ്. മലയാളത്തിൻ്റെ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ഒ വി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലായ ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയൊരു ഗ്രാമം. ഈ ഗ്രാമത്തിലെ ആൾക്കാരെക്കുറിച്ചും അവിടെ അദ്ദേഹം താമസിച്ചപ്പോണ്ടായ അനുഭവങ്ങളെക്കുറിച്ചുമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൻ്റെ. ഇപ്പോൾ തസ്രാക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒ വി വിജയൻ്റെ ഒരു സ്മാരകം കാണാൻ പറ്റും. അവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫുകൾ, അദ്ദേഹം എഴുതിയ കത്തുകൾ, അദ്ദേഹം വരച്ച കാർട്ടൂണുകൾ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റും ചെയ്യുക. പാലക്കാട് നിന്ന് കൊല്ലങ്കോട് പോകുന്ന വഴിയിലായിട്ടാണ് തസ്രാക്ക് എന്ന ഗ്രാമം ഉള്ളത്. പാലക്കാട് നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 12-13 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ ബസ്സിലാണ് തസ്രാക്കിലേക്ക് വരുന്നതെങ്കിൽ കനാൽപ്പിരിവ് അല്ലെങ്കിൽ തണ്ണീർപ്പന്തൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതിയാവും. ഈ കാണുന്ന ആർച്ചിന്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിലാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രമായ രവി ബസ് ഇറങ്ങിയതും തസ്രാക്ക് എന്ന ഗ്രാമത്തിലേക്കുള്ള തന്റെ യാത്ര തുടങ്ങിയതും. ഈ കാണുന്ന കനാലും ആൽമരവുമെല്ലാം ഇപ്പോഴും പാലക്കാടിന്റെ തനതായ ഗ്രാമീണത അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ആർച്ചിന്റെ ഉള്ളിൽ കൂടെ വേണം തസ്രാക്ക് അഥവാ ഒ വി വിജയൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള യാത്ര പോകാൻ. തസ്രാക്കിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊല്ലങ്കോട്ടേക്ക് പോകാൻ. ഈ കാണുന്ന കമാനത്തിലെ കുത്തുപണികളെല്ലാം ശ്രീ ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു കൃതികളെയും കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അവലംബിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയാലാണ് ശ്രീ ഒ വി വിജയൻ സ്മാരകമുള്ളത്. നമ്മൾ അങ്ങനെ ഇപ്പോൾ ഖസാക്കിലെത്തി. ഈ ബിൽഡിങ്ങിന്റെ തൊട്ടു മുന്നിലായി തന്നെ കരിങ്കലിൽ ഖസാക്ക് എന്ന് കുത്തിവെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഞാറ്റുപുര എന്ന് വിളിക്കുന്ന ബിൽഡിങ്ങിലാണ് ശ്രീ ഒ വി വിജയൻ 1956 വന്നപ്പോൾ താമസിച്ചിരുന്നത്. ഞാറ്റുപുര എന്ന് വിളിക്കുന്ന ഈ ബിൽഡിങ്ങിലാണ് ശ്രീ ഒ വി വിജയന്റെ ഫോട്ടോ ഗാലറിയും അദ്ദേഹം വരച്ച കാർട്ടൂണുകളുടെ ഒരു ഗാലറിയും അതുകൂടാതെ ലൈവ് തിയേറ്ററും ഉള്ളത്. നമുക്കെന്തായാലും ഫോട്ടോ ഗാലറി ആദ്യം കാണാം. ഈ കാണുന്ന മുറിയിലാണ് ശ്രീ ഒ വി വിജയന്റെ കാർട്ടൂണുകളെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഞാറ്റുപുരയുടെ മുന്നിലായി തന്നെ ശ്രീ ഒ വി വിജയന്റെ ഒരു അർദ്ധകായ പ്രതിമ നമുക്ക് കാണാവുന്നതാണ്. ഈ കാണുന്ന ഞാറ്റുപുര നിർമ്മിച്ചിരിക്കുന്നത് തനി നാടൻ രീതിയിലാണ്. ഇതിൻ്റെ വരാന്തയിൽ ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു തണുപ്പാണ്.
ഇവിടെ വരാന്തയിലായിട്ടും നമുക്ക് ശ്രീ ഒ വിജയൻ സാറിൻ്റെ ഒട്ടനവധി ഫോട്ടോഗ്രാഫുകൾ കാണാവുന്നതാണ്. ഞാറ്റുപുരയുടെ പുറകിലായി മറ്റൊരു ബിൽഡിംഗ് കൂടെയുണ്ട്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും രചനകളും അതുകൂടാതെ അദ്ദേഹം എഴുതിയ കത്തുകളെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്കതുകൂടെ പോയി കാണാം. ശ്രീ ഒ വി വിജയൻ അഥവാ ഊട്ടുപുലയ്ക്കൽ വേലുക്കുട്ടി വിജയൻ. അദ്ദേഹം ജനിച്ചത് 1930 ജൂലൈ 2 പാലക്കാടിനടുത്തുള്ള വിളയഞ്ചാത്തൂരിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ രാജാസ് ഹൈസ്കൂളിലും അതുകൂടാതെ കൊടുവായൂരിലുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിലുമായിരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിലും മദ്രാസ് പ്രസിഡൻസി കോളേജിലുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉപരിപഠനമെല്ലാം. കുറച്ചുകാലം അദ്ദേഹം കോളേജുകളിൽ അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വരാന്തയിലൂടെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാടിലെ നെൽപ്പാടങ്ങളുടെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ പിറകിലായി നമുക്കൊരു മ്യൂറൽ പെയിൻറ്റിങ് കാണാം. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ് വരച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്തതായി ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാം. അവിടെയാണ് ഒ വി വിജയൻ സാറിൻ്റെ ചിത്രങ്ങളും കത്തുകളും ഒക്കെയുള്ള മറ്റൊരു ഗാലറി ഉള്ളത്. ഈ ഒരു ഗാലറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന് ലഭിച്ച വയലാർ പുരസ്കാരം കാണാൻ പറ്റും. ഞാറ്റുപുരയും അതിനോടനുബന്ധിച്ച ഗാലറിയും പഴമയുടെ തനതായ രീതി നിലനിർത്തിയപ്പോൾ ഈ കാണുന്ന പുറകിലത്തെ ഗാലറി ഒരു മോഡേൺ ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഗാലറിയോട് ചേർന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നിന്ന് അദ്ദേഹം എഴുതിയ ബുക്കുകൾ വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്. ഈ ഒരു ഗാലറിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ബുക്കുകളെക്കുറിച്ചും അതുകൂടാതെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാവുന്നതാണ്. ഗാലറിയിലെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങിയാൽ ഈ കാണുന്ന ബിൽഡിങ്ങിന് പുറകിലായി മ്യൂറൽ പെയിന്റുകൾ കൊണ്ട് അലങ്കരിച്ച 3 അതിമനോഹരമായ പവലിയനുകളുണ്ട്. ഗുരുസാഗരം, ധർമ്മപുരാണം, മധുരം ഗായതി, ഇതാണ് ഈ 3 പവലിയനുകളുടെ പേരുകൾ. ഇവിടുത്തെ ഗാർഡൻ നടുവിലായും ശ്രീ ഒ വി വിജയന്റെ മറ്റൊരു പ്രതിമ നമുക്ക് കാണാവുന്നതാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു സ്മാരകവും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും ഇവിടുത്തെ മാനേജ്മെന്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞാറ്റുപുരയുടെ സൈഡിലുള്ള ഈ വഴിയിലൂടെ പോയാൽ
ഖസാക്കിന്റെ ഇതിഹാസത്തിൽ പരാമർശിച്ചിട്ടുള്ള അറബിക്കുളവും പള്ളിയും നമുക്ക് കാണാം. കൂടാതെ അദ്ദേഹത്തിന്റെ കഥകളിലുള്ള ഓരോ കഥാപാത്രങ്ങളുടെ രൂപങ്ങൾ കൊത്തിയെടുത്ത കരിങ്കൽ ശില്പങ്ങളും ഈ വഴിയിൽ നമുക്ക് കാണാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യം ഒന്നുമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റ.